ഇതാണ് ഇറ്റലി. 2100 ആകുമ്പോഴേക്കും ഈ ഒരു രാജ്യം എന്നേക്കുമായി വേൾഡ് മാപ്പിൽ നിന്നും ഇല്ലാതാകും. 6000-ഓളം ഗ്രാമങ്ങളും നഗരങ്ങളുമാണ് ഇന്ന് ഇറ്റലിയിൽ മനുഷ്യവാസമില്ലാതെ കിടക്കുന്നത്. പ്രശസ്തമായ ഇറ്റലിയുടെ സ്കൂളുകളും യൂണിവേഴ്സിറ്റികളും ഇന്ന് അടച്ചിടേണ്ട അവസ്ഥയിലാണ്. ഇവിടെ പഠിക്കാൻ കുട്ടികളില്ല. പഠിപ്പിക്കുന്ന അധ്യാപകരെ വരെ സ്കൂളുകളിൽ നിന്നും യൂണിവേഴ്സിറ്റി കോളേജുകളിൽ നിന്നും പുറത്താക്കേണ്ട അവസ്ഥയാണ്. 2015-ൽ ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ തന്നെ ഇറ്റലി എന്ന ഈ ഒരു രാജ്യം ഡൈയിങ് കൺട്രിയാണ് എന്ന് പറയുകയുണ്ടായി. എന്നാൽ ഇതിൻ്റെ കാരണം എന്താണ്? നാം ചരിത്രം നോക്കുകയാണെങ്കിൽ 1850 മുതൽ 2020 വരെ ഇറ്റലിയുടെ ജനസംഖ്യ താഴേക്ക് പോവുകയാണ്. ഒരു കാലത്ത് വലിയ വലിയ ഫാമിലികൾ ഉണ്ടായിരുന്ന ഇറ്റലിയുടെ ജനസംഖ്യയിൽ എന്താണ് സംഭവിക്കുന്നത്? വീടുകളുണ്ടായിട്ടും അതിൽ താമസിക്കാൻ ആളുകളില്ല. സൈനിക സേവനത്തിനായി യുവതലമുറയില്ല. കാർഷിക വ്യാവസായിക മേഖലയിലേക്ക് പോകാനും ആരുമില്ലാത്ത അവസ്ഥ. ഇങ്ങനെയാണ് എങ്കിൽ ഇറ്റലി കൊളാപ്സ് ആകുമോ? ഇറ്റാലിയൻ ജനതയുടെ ആവറേജ് ഏജ് എന്നത് 48 പാകിസ്ഥാൻ്റെ നോക്കിയാൽ 21 ഇന്ത്യയുടെ 28 24% ഇറ്റാലിയൻ ജനത ഇന്ന് 65 വയസ്സിന് മുകളിലുള്ളവരാണ്. എന്നാൽ ഇറ്റലിയുടെ ഈ ഒരു അവസ്ഥയുടെ കാരണം എന്താണ്? ഇറ്റലിയുടെ മാത്രമല്ല, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെയും ജപ്പാനിൻ്റെയും അവസ്ഥ ഇന്ന് ഇതുതന്നെയാണ്. ഇറ്റലിയുടെ ഈ ഒരു അവസ്ഥയുടെ പിന്നിൽ പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. വ്യാവസായിക വിപ്ലവത്തിന് മുൻപുള്ള ഇറ്റലി, ഈ ഒരു സമയത്ത് കൃഷിയായിരുന്നു ഇവരുടെ പ്രധാന വരുമാന മാർഗം. കുടുംബത്തിൽ എത്രത്തോളം കുട്ടികളുണ്ടോ അത്രയും പേർ കൃഷിയിൽ ഇവരെ സഹായിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് പോപ്പുലേഷൻ കൂട്ടാനൊരു കാരണമുണ്ടായിരുന്നു എന്ന്. ഇതിനെല്ലാം ശേഷം പിന്നീട് വ്യാവസായിക വിപ്ലവം ആരംഭിച്ചു. ഇതിനുശേഷം സാലറി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ആയതോടുകൂടി തന്നെ നേരത്തെ 5 പേർ ഉണ്ടാക്കിയിരുന്ന അതേ വരുമാനം 2 പേരുണ്ടാക്കാൻ തുടങ്ങി. കൂടാതെ 2ാം ലോക മഹായുദ്ധത്തിൽ ഇറ്റലി സ്റ്റേറ്റ് വെൽഫെയർ പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ ഒരു പോളിസി പ്രകാരം സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വമാണ് കുട്ടികൾക്ക് ആരോഗ്യവും വിദ്യാഭ്യാസവും മറ്റ് സംവിധാനങ്ങളും നൽകുക എന്നുള്ളത്. ഇതിൽ നിന്നും മാതാപിതാക്കളെ സ്റ്റേറ്റ് പൂർണ്ണമായും റിലീസ് ചെയ്തു. 1950s ശേഷം അങ്ങനെ കുട്ടികളുടെ ജനന നിരക്ക് വളരെയധികം ഇറ്റലിയിൽ കുറഞ്ഞു. ഈ ഒരൊറ്റ കാരണം മാത്രമല്ല ഇറ്റലിയിൽ ബർത്ത് റേറ്റ് വീഴാനുള്ള കാരണം. ചില ഗവൺമെൻറ് നയങ്ങളാണ്. ഒരുപക്ഷെ ഇതൊക്കെ മാറ്റിയിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥ ഇന്ന് ഇറ്റലിയിൽ ഉണ്ടാവുകയില്ലായിരുന്നു. നിങ്ങൾ ഇറ്റലിയിലെ ഒരു വർക്കിംഗ് വുമൺ ആണ് എങ്കിൽ ബ്ലാങ്ക് റെസിഗ്നേഷനിൽ നിങ്ങൾ ഉറപ്പായും ഒപ്പുവെക്കേണ്ടതുണ്ട്. ഇതിൻ്റെ നിയമം ഇങ്ങനെയാണ്: നിങ്ങളൊരു വർക്കിംഗ് വുമൺ ആണ് എങ്കിൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകുന്ന സാഹചര്യത്തിൽ കമ്പനിക്ക് യാതൊരു മുന്നറിയിപ്പും കൂടാതെ നിങ്ങളെ കമ്പനിയിൽ നിന്നും പുറത്താക്കുവാൻ കഴിയും. 41% സ്ത്രീകൾ ഇന്ന് ഇറ്റലിയിൽ ജോലി ചെയ്യുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഏതൊരു സ്ത്രീയാണ് ഒരു കുട്ടിക്ക് വേണ്ടി ആലോചിക്കുക? അതുകൊണ്ട് തന്നെ ഇവർ കല്യാണം കഴിക്കുന്നതും 34 വയസ്സിനടുത്താകുമ്പോഴാണ്. നിങ്ങൾ ഇറ്റാലിയൻ ഇമിഗ്രൻ്റ് ആണ് എന്ന് കരുതുക. നിങ്ങൾക്ക് ജനിക്കുന്ന കുട്ടിക്ക് ഇറ്റാലിയൻ നാഷണാലിറ്റി അത്ര പെട്ടെന്ന് ലഭിക്കുകയില്ല. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളായിക്കൊള്ളട്ടെ, അമേരിക്ക ആയിക്കൊള്ളട്ടെ, അവിടെ ജനിക്കുന്ന കുട്ടികൾക്ക് നാഷണാലിറ്റി അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. എന്നാൽ ഇറ്റലിയിൽ എങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ ഇറ്റലിയിൽ വന്ന് താമസിക്കുന്ന ഇമിഗ്രൻസ് കുറച്ച് സമയത്തിന് ശേഷം നോർത്തേൺ യൂറോപ്പിലേക്ക് പോവുകയാണ് ചെയ്യുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഓൾറെഡി ഈ ഒരു പ്രദേശത്ത് പോപ്പുലേഷൻ വളരെ കുറവാണ്. യങ്ങർ ജനറേഷൻ ഇല്ല. എന്നിട്ടും ഗവൺമെൻറ് ഇതുപോലെയുള്ള നയങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ 2050 തന്നെ ഇവിടെയുള്ള ആളുകളിൽ ഏകദേശം 80%-ലധികം ആളുകൾ വയസ്സായവർ മാത്രമായി അവശേഷിക്കും. ഇവർക്ക് പെൻഷൻ ജനറേറ്റ് ചെയ്യാൻ പോലും ആരും തന്നെ ഉണ്ടാവുകയില്ല. കൂടാതെ തന്നെ ഹെൽത്ത് സെക്ടർ അതും വളരെയധികം ഡൗൺഫോൾ ഫേസ് ചെയ്യേണ്ടതായി വരും. ഇവരെ നോക്കാൻ ആരും തന്നെ ഉണ്ടാവുകയില്ല. ഈ അവസ്ഥ ഇറ്റലിയെ എക്കണോമിക് ഡാർക്ക് ഏജിലേക്ക് എത്തിക്കും. 3ാമത്തതും ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളിയുമാണ് ഇവിടെയുള്ള തൊഴിലില്ലായ്മ. 43%-ലധികം തൊഴിലുകൾ ഇവിടെ ഇന്ന് നോൺ പെർമനൻ്റ് ആണ്. കൂടാതെ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യം, 18 മുതൽ 34 വയസ്സ് വരെയുള്ള 70% ഇറ്റാലിയൻ ജനതയും തങ്ങളുടെ മാതാപിതാക്കളുടെ പണത്തിലാണ് ജീവിക്കുന്നത്. ഇവർക്ക് ഇക്കണോമിക് സ്റ്റെബിലിറ്റി ഇല്ല. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 3 തവണയാണ് ഇവിടെ സാമ്പത്തിക മാന്ദ്യം നേരിട്ടത്. ഏത് രാജ്യമാണോ പിസ്സ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അവരുടെ രാജ്യത്ത് തന്നെ പിസ്സ സ്റ്റോറുകൾ പതിയെ അടഞ്ഞു പോകുന്നു. കസ്റ്റമേഴ്സ് ഇല്ലാത്തതും ഇക്കണോമിക് സ്റ്റെബിലിറ്റി ഇല്ലാത്തതുമാണ് ഇതിൻ്റെ പ്രധാന കാരണം. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇവിടെയുള്ള യങ്ങർ ജനറേഷൻ കല്യാണം കഴിക്കുന്നത് വളരെ വൈകിയാണ്. 2002-ൽ 31 ആയിരുന്നെങ്കിൽ ഇന്ന് 2024-ൽ 37. ഇങ്ങനെയാണ് എങ്കിൽ അധികം വൈകാതെ തന്നെ ഇക്കണോമിക് ഡാർക്ക് ഏജിലേക്ക് എന്നേക്കുമായി ഇറ്റലി എൻ്റർ ചെയ്യുന്നതാണ്. അപ്പോൾ ചോദ്യം ഇതാണ്: എങ്ങനെ ഇറ്റലിക്ക് ഈ ഒരു ക്രൈസിസിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയും?
നാം ചരിത്രം പരിശോധിച്ചാൽ സ്വീഡൻ്റെ അവസ്ഥയും ഇതായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. അവർ ചൈൽഡ് കെയർ പോളിസി വഴിയാണ് പിന്നീട് റിവൈവൽ പൊസിഷനിലേക്ക് എത്തിച്ചേർന്നത്. എത്രത്തോളം കുട്ടികളുണ്ടോ അത്രത്തോളം സബ്സിഡി. കൂടാതെ 1974 പേരൻ്റൽ ലീവ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആദ്യ കൺട്രിയുമായി ഈ രാജ്യം മാറി. 16 മാസത്തെ നിർബന്ധിത പെയ്ഡ് ലീവ്. ഇത് അച്ഛനും അമ്മയ്ക്കും എടുക്കാം. ഇത് ഇവരുടെ ബർത്ത് റേറ്റിനെ വളരെയധികം കൂട്ടി. സിംഗിൾ പേരൻ്റ് ആണ് എങ്കിൽ നിങ്ങൾക്ക് 16 മാസത്തെ നിർബന്ധിത ലീവും ലഭിക്കും. ഇതിൽ നിന്നെല്ലാം ഇറ്റലിക്ക് കരകയറണമെങ്കിൽ ഇവരുടെ ഗവൺമെൻറ് പോളിസിയിൽ മാറ്റം വരുത്തണം. അടുത്ത 10 വർഷത്തിനകം ഇവരുടെ ബർത്ത് റേറ്റ് ഇവർക്ക് കൂട്ടാൻ സാധിച്ചില്ല എങ്കിൽ എന്നേക്കുമായി ഇറ്റലി എന്ന രാജ്യം ഇല്ലാതാകും. എലോൺ മസ്ക് ഉൾപ്പെടെ പലരും പറയുന്നത് ജനന നിരക്കിലുണ്ടാകുന്ന ഇടിവായിരിക്കും ഹ്യൂമാനിറ്റിയുടെ തകർച്ചയ്ക്ക് കാരണമെന്നാണ്. എന്നാൽ ശാസ്ത്രജ്ഞർ പറയുന്നത് മറ്റൊന്നാണ്. വരും സമയങ്ങളിൽ ജനസംഖ്യ വളരെയധികം വർദ്ധിക്കുക തന്നെ ചെയ്യും. എന്നാൽ നാം സ്റ്റാറ്റിക്കൽ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഇത് തികച്ചും തെറ്റാണ്. 1980-കൾക്ക് ശേഷം എല്ലാ രാജ്യങ്ങളിലെയും ജനന നിരക്ക് വളരെയധികം കുറഞ്ഞു. പാകിസ്ഥാൻ, ഇന്ത്യ, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിലും ചെറിയ തോതിൽ ജനന നിരക്കിൽ ഇടിവ് നമുക്ക് ശ്രദ്ധേയമാണ്. എന്നാൽ ഇതൊന്നും ഈ രാജ്യങ്ങളെ വലിയ കാര്യമായി എഫക്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പല ഡെവലപ്ഡ് നേഷൻസും കൂടാതെ യൂറോപ്യൻ നേഷൻസുമായിരിക്കും ഇതിൽ ഏറ്റവും വലിയ പ്രത്യാഘാതങ്ങൾ നേരിടാൻ പോകുന്നത്. എന്നാൽ ഇതൊക്കെ വരാൻ പോകുന്ന കാലത്ത് നടക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എങ്ങനെയാണെങ്കിലും ഇറ്റലിക്ക് ഈ ഒരു അവസ്ഥയിൽ നിന്ന് റിക്കവർ ആവാൻ ജനന നിരക്ക് കൂടേണ്ടത് അത്യന്താപേക്ഷിതമാണ്. നിങ്ങൾക്കും പുതിയ എന്തെങ്കിലും രീതിയിലുള്ള സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ചെറിയ തോതിലെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ ഓളിൽ എനേബിൾ ചെയ്യുവാനും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുവാനും നിങ്ങളുടെ കൂട്ടുകാരുമായി വീഡിയോ പരമാവധി ഷെയർ ചെയ്യുവാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതുവരേക്കും എന്നത്തെയും പോലെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ.